ഹായ് ഗായ്സ്, വെൽക്കം ടു പോപ്പ് സ്റ്റോറീസ്, ചേസിംഗ് മൊമെന്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് മെമ്മറീസ്. ഞാൻ നിങ്ങളുടെ കൂടെ അമലയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാല്യൂവിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് സാധനം വാങ്ങിക്കാനും നമ്മൾ വില കൊടുക്കണം. ബട്ട് മനുഷ്യന് മാത്രം വിലയില്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ബിക്കോസ് സോഷ്യൽ മീഡിയയുടെ പ്രശ്നവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ വാല്യൂ ഫോർ അസ്. ബട്ട് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും. നിങ്ങളെ ആരെങ്കിലും വില കുറച്ച് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇറ്റ്സ് റിയലി പെയിൻഫുൾ, റൈറ്റ്? അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കും നമ്മളെല്ലാവരും. അതെന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഒരു അണ്ടർ എസ്റ്റിമേഷനിലോട്ട് പോകുന്നത്. അതിന് കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് കാണാം. ചിലപ്പോൾ ചില ആളുകൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, അവരൊന്നും പ്രകടിപ്പിക്കില്ല. അതിൻ്റെ പുറകിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് റീസൺസ്. ചൈൽഡ്ഹുഡിൽ അവർക്ക് ഏറ്റ മുറിവുകളായിരിക്കാം അവർ തന്നെ കൺസിഡർ ചെയ്യാതെ പോകുന്നു, ഇൻസൈഡിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു. അതിനെക്കാട്ടിലുപരി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. പെട്ടെന്ന് ഒരു സ്കൂളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികൾ, അതിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടീനായിരിക്കും ടീച്ചേഴ്സിന് കൂടുതൽ കാര്യങ്ങളെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ കൂടെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരു കമ്പനിയിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യും. യെസ്, വി നീഡ് ലൈക്ക് ദാറ്റ്. ബട്ട് അതിൻ്റെ ഇടയിൽ അറിയാതെ പെട്ടുപോകുന്ന കുറച്ച് ആളുകളുണ്ട്. കഴിവും പൊട്ടൻഷ്യലും ഉണ്ടായിട്ടും അതാരും തിരിച്ചറിയാതെ അവരുടെ ഉള്ളിൽ തന്നെ മൂടി വെക്കപ്പെട്ടു പോയ ചില ആൾ. അവർക്ക് ചിലപ്പോൾ നാളെ നല്ലൊരു അവസരം കിട്ടിയാൽ അവർ ഈ ജഡ്ജ് ചെയ്യുന്നവരെക്കാൾ മുന്നിലെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ജഡ്ജ് ചെയ്യുന്നവരൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ അവർക്ക് അതിലുള്ള പരിചയക്കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ നന്നായിട്ട് വരാം. പിന്നെ അതർ റിലേറ്റഡ് ഫാക്ടേഴ്സ്, ഫിനാൻഷ്യൽ, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സൊക്കെ കൂടി നടക്കാറുണ്ട് ലൈഫിൽ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ. പിന്നെ രണ്ടാമത് കുറച്ച് ആളുകളുണ്ട്, അവർക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്നെ പോലെ. അവരൊരുപാട് ട്രൈ ചെയ്യും എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവാൻ വേണ്ടി. വൈറലാവുക എന്നതിനെക്കാട്ടിലും അവരുദ്ദേശിക്കുന്ന കുറച്ച് ഗോൾസാണ്, അവർ എയിം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആസിഫ് അലി അഭിനയിച്ച ഒരു മൂവിയാണ്. ആ മൂവിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി 2 ഫ്രണ്ട്സ് ചെയ്തിട്ട് അവരുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ഇടയ്ക്ക് ക്ലാഷുകൾ ഉണ്ടാകുന്നു, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്നു. ഫൈനലി അവർ വിൻ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കുക. അതിന് പകരം അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത് കുറേ ക്രിയേറ്റേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചിലത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, എങ്ങനെ കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ പല കമൻസും ഞാനും കേൾക്കാറുണ്ട്. സോ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ എല്ലാം പുറകിലൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാം, ആരെയും ഡിസ്കറേജ് ചെയ്യാതിരിക്കും. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പണ്ടത്തെ ആളുകൾ പറയുന്നില്ലേ, അത് തന്നെ. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂടെ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈഗോയും ഇൻസെക്യൂരിറ്റീസും ഒക്കെ ഉള്ളവർ. പക്ഷെ അവരുടെ വിചാരം അവരെന്തോ വലിയ സംഭവമാണെന്ന് അവർക്കെല്ലാം അറിയാം. ഞങ്ങളാണ് ഇവിടുത്തെ വലിയ ആളുകൾ, ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും എന്നുള്ളൊരു തോട്ടിൽ അവർക്ക് പുതിയ ഒരാൾക്കാർ അവിടെ വന്നു കഴിയുമ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പകരം അവരെ അടിച്ചമർത്താൻ ശ്രമിക്കും. അവരെ ആക്ട് ചെയ്യും ഞങ്ങളെല്ലാം ചെയ്യുന്ന പോലെ. പക്ഷേ ഇൻസൈഡ് അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അറിയാതെ തന്നെ പല മെക്കാനിസംസ് അവരെടുക്കും. ഞാൻ മികച്ചതാണ് എന്നൊരു തോന്നലായിരിക്കാം ഒരു പക്ഷേ. മോസ്റ്റ്ലി ദ ഈഗോ സ്റ്റേജസ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഒരു പോയിന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിവിൻ്റെ അഭാവമായിരിക്കും. ഒരു പേഴ്സണെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻ്റെ പേരൻസ് അവർ നല്ലവരാണ്. എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് ഏറ്റവും നല്ല പേരൻസ് എൻ്റെ പേരൻസ്. അതുപോലെ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ്റെ പപ്പയെ മനസ്സിലാക്കാത്തവർ ഒരിക്കലും പപ്പയുടെ ക്വാളിറ്റീസ് ഒന്നും മനസ്സിലാക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഹീസ് മൈ ഹീറോ. പപ്പയെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഓരോ കാര്യങ്ങളും ഞാൻ തളരുമ്പോഴും ഞാൻ വീഴുമ്പോഴും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ എന്നെ മനസ്സിൽ സ്ട്രോങ് പില്ലറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് എൻ്റെ ഫാദർ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഞാൻ കംപ്ലീറ്റ്ലി ആ മനുഷ്യനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതേസമയം മറ്റുള്ളവർ പുറത്ത് നോക്കുമ്പോൾ ഒരുപാട് കുറവുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെല്ലാവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഒരാൾ വഴിതെറ്റിപ്പോയി, ഓക്കെ, പിന്നെ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. അവരങ്ങനെ, അവർക്കൊരിക്കലും മാറാൻ പറ്റില്ല, അവരെന്നും അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ, അവരൊരു തെറ്റ് ചെയ്തു, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കാണും. ഒരിക്കലല്ല. വി നീഡ് ടു ഗിവ് എ സെക്കൻഡ് ചാൻസ് ഫോർ ദം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാം, നമ്മുടെ പ്രോബ്ലമാണോ അവരുടെ പ്രോബ്ലമാണോ എന്നുള്ളത്. ആരെയും വില കൊടുത്തില്ലെങ്കിലും വില കുറച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. കാരണം എല്ലാറ്റിലും ഉപരി വാല്യുബിളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ്, അവൻ്റെ ജീവിതം. അവൻ അന്ന് അവിടെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിന്നും വേദനകളുടെ ഇടയിൽ നിന്നും കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു ജീവിതവുമായിട്ടായിരിക്കും ഒരാൾ നിൻ്റെ മുമ്പിൽ വരും, അല്ലെങ്കിൽ നിൻ്റെ കൂടെ കൂടുക. അവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം. ആർക്കെങ്കിലും ഈ ഒരു പോഡ്കാസ്റ്റ് ചെറിയൊരു രീതിയിലെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി മൈ മോട്ടിവേഷൻ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം. ബൈ.